ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുമായി ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളോട് പ്രണയം ആ വ്യക്തിയാണ് ആദ്യം പറയുന്നത്. അവർ നിങ്ങളോടത് മാത്രമല്ല, ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായ ഒരു ആരാധന ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അല്ല, ആരാധന പോലെ ആയിരുന്നു. നിങ്ങളോടുള്ള പ്രണയം തുറന്ന് പറയാൻ അത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അവർ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ആ വ്യക്തി നിങ്ങളെ അറിയിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. എന്തെന്നാൽ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്തു എന്നുള്ളതാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. കാരണം നിങ്ങൾക്ക് ആ ടൈമിന് അങ്ങനെ ഒരു പ്രണയമൊന്നും ആ ഒരു രീതിയിലായിരുന്നില്ല നിങ്ങൾ. പക്ഷേ അവരൊരുപാട് നിങ്ങളോട് ട്രൈ ചെയ്താണ് നിങ്ങളുടെ ആ പ്രണയത്തിലേക്ക് വന്നത്. അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് എടുത്താണ് നിങ്ങളെ അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് അവർക്ക് ആരാധന ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് അത്രയും വലിയ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്നതായിരുന്നു അവരുടെ അപ്പോഴത്തെ പ്രകൃതം. അത്രയും മൂല്യം നിങ്ങൾക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സംബന്ധിച്ച് ഒരു സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. കണ്ടാലൊരു ഹാൻസം എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെയാണ്. അപ്പോൾ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തന്നെ നമുക്ക് തോന്നും. അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറാനും തെറ്റില്ലാത്ത ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങളെ സ്വന്തമാക്കുവാനാണ് അവരൊരുപാട് കഷ്ടപ്പെട്ടത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളെ സ്വന്തമാക്കിയത് വരെയുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ അവരുമായിട്ടുള്ള പ്രണയം അംഗീകരിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. നിങ്ങളുമായി പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്വഭാവമായിരുന്നില്ല പിന്നീട് അവരുടേത്. ഏത് കാര്യവും എടുത്തു ചാടിയുള്ള പെരുമാറ്റമായിരുന്നു. അതുമാത്രമല്ല, നിങ്ങളെ സ്വന്തമാക്കിയതിന് ശേഷം പിന്നെ ആദ്യത്തെ പോലെയുള്ള നിങ്ങളുടെ റിലേഷനിൽ അത്ര ഒരു വാല്യൂ ഒന്നും നിങ്ങൾക്ക് തരാതെ ആയി. അതായത് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ നേടിയെടുക്കുന്നത് വരെ ഉള്ളൂ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളോടുള്ള സമീപനത്തിലെ അല്ലെ നിങ്ങളോടുള്ള ത്രില്ല് അവർക്ക് അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അവർ അത്രയും ത്രില്ലിലായിരുന്നില്ല. പെട്ടെന്ന് എവിടെയോ പോയതുപോലെ ഉള്ള ഫീലാണ് മനസ്സിലാവുന്നത്. നിങ്ങളുമായിട്ട് റിലേഷനിലായിരുന്നപ്പോൾ ആ ടൈമിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങളല്ലാതെ മറ്റൊരാളെൻ്റെ ജീവിതത്തിലില്ല, നിങ്ങളെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചതും ആരാധിച്ചതും. ആ ഒരു രീതിയിലുള്ള കരുതലോട് കൂടിയാണ് നിങ്ങളോട് സമീപിച്ചിരുന്നത്. ആ രീതിയിലുള്ള സ്വാർത്ഥതയും നിങ്ങളോട് കാണിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എവിടെയോ പോയി മറഞ്ഞതുപോലെയുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വിട്ടു പോയിരിക്കുന്നു ഈ പറഞ്ഞ വ്യക്തി. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ രീതിയിലാണ് അവർ നിങ്ങളോട് കാണിച്ചത്.
ആ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായ പ്ലാനിങ്ങിലൂടെ പോയ വ്യക്തിയാണ്. ഈ പ്ലാനിങ് ഒന്നും തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കോ ഒന്നും തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനൊരു വ്യക്തിയാണ്. ആർക്കും മുഖഭാവം കണ്ടോ അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടോ ഒന്നും ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും നമുക്കറിയാൻ കഴിയില്ല അതിങ്ങനെയാണ് എന്നുള്ളത്. അതായത് ആർക്കും പിടിതരാത്ത ഒരു സ്വഭാവമായിരുന്നു. പറയുന്നതൊന്നായിരിക്കും, പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ചില വ്യക്തികൾ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് പോലും നിങ്ങളെ ചീറ്റ് ചെയ്തവരുണ്ട്. ചിലർക്കെങ്കിലും സാമ്പത്തികമായി അവർ നിങ്ങളെ നിന്നത് കൈപ്പറ്റിയവരുണ്ട്. നിങ്ങൾ ആ രീതിയിലും ചീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ശരിക്കും ചീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഓരോ കാര്യവും നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവുക ആ രീതിയിലാണ്. എന്നാൽ നിങ്ങളിവിടെ എന്തെങ്കിലും മനസ്സിലാക്കി എന്ന് തോന്നി നിങ്ങൾ എന്തെങ്കിലും ആ വ്യക്തിയോട് ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്കത് സമ്മതിച്ച് തരില്ല. അതങ്ങനെയല്ല എന്ന് അവരത് നല്ല രീതിയിൽ സ്ഥാപിക്കും. നിങ്ങൾക്കൊരിക്കലും അങ്ങനെയാണെന്ന് വിട്ട് തരികയേ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും നിങ്ങൾക്ക് പിടിതരാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തിയെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ ആയിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിരുന്നത് പോലെയേ അല്ലായിരുന്നു. നിങ്ങൾക്ക് തന്നെ സംശയമായി ഇതേത് സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ ഇതേത് സ്വഭാവക്കാരിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സംശയമായ ഒരു ടൈമായിരുന്നു. കാരണം പറയുന്നതല്ലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളുമായിട്ടിപ്പോൾ ആ വ്യക്തി നോ കോണ്ടാക്റ്റിലാണെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. ഇനിയൊരു റീയൂണിയന് സംഭവിച്ചാലും ഇതൊക്കെ തന്നെയാവും നിങ്ങളുടെ ലൈഫിലുണ്ടാവുക എന്ന് തോന്നുന്നു. അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഒരു മോശം പെരുമാറ്റമാണ് നിങ്ങളോട് കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യമായിട്ട് ഇവിടെ പറയേണ്ടത്. അവരെ നിങ്ങൾ കാണുമ്പോൾ അവർ വലിയൊരു റിച്ചായിട്ടുള്ള ആളെപ്പോലെയാണ് നിങ്ങൾക്ക് തോന്നിയിരുന്നത്. കാരണം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പോലെ ഉള്ളൊരു മനസ്സാണ് കാണിച്ചിരുന്നത്. അതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചു ആ നല്ല ഒരു മനസ്സിന് ഉടമയാണ് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വ്യക്തി എന്തായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നതാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെ മാനസികമായി തകർന്നിരിക്കുകയാണ്. അവരുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നേ ഇല്ല. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു രീതിയിലുള്ള സ്വഭാവവും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റിയ ഒരാളായിരുന്നില്ല. എന്ത് പറഞ്ഞാലും വളച്ചൊടിക്കുന്ന കഴിവുള്ള ഒരു വ്യക്തിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളുടെ ആ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആദ്യം കാണിച്ച ഒരു ആവേശവും സ്നേഹവും ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. അതിന് പകരം തന്നെ തേർഡ് പാർട്ടിയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്വഭാവവും ഇപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്റ്റാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർത്തും അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ തേർഡ് പാർട്ടിയുടെ കൂടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ വീഴ്ത്താനുള്ള ആവേശവും അതെല്ലാം ഇപ്പോൾ നിങ്ങൾ വീണ് കഴിഞ്ഞപ്പോൾ കെട്ടടങ്ങിപ്പോയതുപോലെയാണ് മനസ്സിലാവുന്നത്. തേർഡ് പാർട്ടി എടുത്ത് പോയപ്പോൾ
അവർ മനസ്സിലാക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് വീണ്ടും പറയുന്നത്, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളെന്താണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതായത് അവർക്ക് അവിടെ നിന്ന് പണി കിട്ടിയതുപോലെയാണ് ദ ഫീൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്താണ് എന്നുള്ളത് ഇപ്പോൾ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് കാണിച്ചത് ശരിയായില്ല, തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, വെറും ചതിയാണ് നിങ്ങളോട് കാണിച്ചത്. നിങ്ങൾ വെറുതെ ഇരുന്ന നിങ്ങളെയാണ് മോഹിപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കൈ കഴുകി പോയിരിക്കുകയാണ്, അതും തേർഡ് പാർട്ടിയുടെ അടുത്ത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയപ്പോൾ ആണ് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിന് എന്തുമാത്രം പവർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഒരിടത്തു നിന്ന് പണി കിട്ടുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടബോധം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ നഷ്ടബോധം, അതുപോലെയാണ്. ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നു നിങ്ങൾ എത്ര പവർഫുള്ളായിരുന്നു അവരോട്. നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അതിന് വേണ്ടിയുള്ള പ്ലാൻ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പ്ലാൻ ചെയ്യാൻ മിടുക്കരാണെന്നുള്ളത്. അതിന് നല്ല മിടുക്കാണ്. പ്ലാൻ ചെയ്ത് തന്നെയാണ് നിങ്ങളെ ഈ വലയിൽ വീഴ്ത്തിയിട്ടുള്ളത്. അവരെല്ലാ കാര്യവും പ്ലാൻ ചെയ്താണ് ചെയ്യാറ്. അപ്പോൾ അവർക്കൊന്നും അറിയാതെയല്ല, അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യുന്നത്. എന്തു തന്നെ നിങ്ങളോട് കാണിച്ചാലും അത് അറിഞ്ഞുകൊണ്ടാണ്. അറിയാതെ കാണിക്കുന്നതോ അല്ലാതെ സംഭവിക്കുന്നതൊന്നുമല്ല. അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു രീതിയിലാക്കിയത്. എന്നിട്ട് നിങ്ങളെ വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചതിൻ്റെ വേദന എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നിങ്ങളുടെ അടുത്തിട്ട് തിരിച്ചു വരാം, ആ പ്ലാൻ എങ്ങനെ വർക്കൗട്ടാക്കാം. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനെ പോലെ അവർക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളടുത്ത് വരണം, ഈ ബന്ധത്തിലൊരു റീയൂണിയൻ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ വേണമെങ്കിൽ ആകാം എന്നൊരു സൂചന ഇവിടെ തരുന്നുണ്ട്. പക്ഷേ റീയൂണിയൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ആരുടെയും മനസ്സ് നമുക്ക് അറിയില്ലല്ലോ, എന്താണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന്. നിങ്ങൾ ശരിക്കും ആലോചിക്കാതെ ഇനിയൊരു റീയൂണിയനിൽ പോകരുതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു വാണിംഗ് എന്ന് പറയുന്നത്. കാരണം പോയത് തേർഡ് പാർട്ടിയുടെ അടുത്താണ്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു മൂല്യവുമില്ലാതെയാണ്. പ്രണയം മാത്രമല്ല, നിങ്ങളിന്ന് സാമ്പത്തികമായ സഹായം കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയതെന്ന് പറയുന്നത് ചീറ്റിംഗ് എനർജി തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദന അവരും കുറേയൊക്കെ അറിയട്ടെ, അവർ മനസ്സിലാക്കട്ടെ നിങ്ങൾ ശരിക്കും നിങ്ങൾ എന്തായിരുന്നു എന്ന്. നിങ്ങളെന്തായാലും ആലോചിക്കാതെ മുന്നോട്ട് പോകരുത്. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളതിനെ കുറിച്ച് നല്ല രീതിയിൽ അനുഭവിച്ചതാണ്. ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും അതാണ്. നല്ല രീതിയിലുള്ള പ്രണയമൊക്കെ ആയിരുന്നു അവർ നിങ്ങൾക്ക് ആദ്യമേ തന്നിരുന്നത്. അതിനുശേഷം നിങ്ങൾ വിടുന്നതിന് ശേഷം പിന്നീട് പതിയെ പതിയെ അവരിൽ നിന്ന് പിന്മാറി പോവുകയായിരുന്നു. പിന്നെ ഒരു തേർഡ് പാർട്ടി വന്നപ്പോൾ ആ രീതിയിൽ അവരോട് പോവുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ സ്വാർത്ഥരാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ അവർക്കിങ്ങനെ പോകാൻ പറ്റൂ. തിരിച്ചു പോയി അവിടെ ഓക്കെ അല്ല എന്ന് തോന്നിയപ്പോഴാണ് അവർ തിരിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളടുത്ത് തിരിച്ച് വരാമെന്നൊരു ചിന്ത അവർ വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ റീയൂണിയൻ വരുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ പ്രണയമോ അല്ലെങ്കിൽ സ്നേഹമോ ആയിട്ട് അവർ തിരിച്ചു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ. കാരണം ചീറ്റ് ചെയ്തിട്ടാണ് പോയത്. ഒരു ആത്മാർത്ഥ പ്രണയത്തിൽ ഒരിക്കലും ചീറ്റിംഗ് വരില്ല. അപ്പോൾ അവിടെ അവർ വിചാരിച്ചത് കാര്യം നടക്കാത്തത് കൊണ്ട്, അത് സക്സസ് ആവാത്തത് കൊണ്ട്, അത് അവർ ഉദ്ദേശിച്ച ആളല്ല ആ വ്യക്തി
എന്നുള്ളത് കൊണ്ടാണ് അവർ തിരിച്ച് വീണ്ടും നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളാൾ പാവമാണ്, കുഴപ്പമില്ല, എന്തും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എത്രയും കൊണ്ട് ബെറ്റർ നിങ്ങളല്ലേ. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വരാൻ വേണ്ടി ഇത്രയും ആവേശം കാണിക്കുന്നത്. അല്ല നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടൊന്നുമല്ല. അവരുദ്ദേശിക്കുന്നത് നിങ്ങളെ വീണ്ടും പറ്റിക്കാമല്ലോ. അതുപോലെ എല്ലാവരുടെ അടുത്തും പറ്റില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ബന്ധത്തിൽ റീയൂണിയന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റീയൂണിയന് പോകാവൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങൾ ഇനി ഒരു തീരുമാനം നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾക്ക് നല്ല ലൈഫൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, നമ്മൾ കുറേ അനുഭവിച്ചു, കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി. അനുഭവമാണ് ഗുരുവെന്ന് പറഞ്ഞ് കേട്ടിട്ട് അത് കുറേ അനുഭവം കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓക്കെ ആവാൻ കഴിയുന്നവർ അങ്ങനെ ആയിത്തീരുന്നത് നല്ലതാണ്. കാരണം തേർഡ് പാർട്ടി അടുത്ത് പോയ ഒരു വ്യക്തിയെ പിന്നെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. അവർ വരാനൊക്കെ റെഡിയായിരിക്കും, അത് ആത്മാർത്ഥതയുടെ പേരിൽ വരുന്നതല്ല. അത് നിങ്ങളെ ഇതുപോലെ ഇട്ട് കളിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി വരുന്നവരാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ശരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ അതൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലായത്. മാക്സിമം ഞാൻ റീഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.